ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ 2 ടൈപ്പുള്ള ഡെസേർട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഈസിയും നല്ല ടേസ്റ്റുള്ള 2 ഡെസേർട്ട്. നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്വീറ്റായിട്ട് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ ഒരു സോസ് പാനിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2.5 കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. കണ്ടൻസ് മിൽക്കാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഷുഗർ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചൂട് പാലല്ല, നോർമലായിട്ടുള്ള പാലാണ്. അപ്പോൾ നന്നായി മിക്സാക്കിയ ശേഷം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ക്രീം ചീസാണ് ചേർക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കമ്പനീൻ്റെ ക്രീം ചീസ് എടുത്തിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ ഇതെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോർമലി ആ ബ്രെഡിനൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു ചീസ് എടുത്താലും മതി കേട്ടോ. ഈ ചീസ് ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ടേസ്റ്റിൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കോൺഫ്ലവറാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇത് നമ്മൾ ഈ ഒരു പുഡിങ് നല്ലൊരു തിക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിന് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ചൂടായ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 ബാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 വലിയ ബാർ എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു തന്നെ അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ക്രീം ആയതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊരു ചൂടുണ്ടെങ്കിൽ തന്നെ മതി നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടാൻ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇത് നല്ല കുറുകി കട്ടിയായിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇതാ കേക്കിൻ്റെ പീസാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കേക്ക് ഉണ്ടെങ്കിൽ കേക്ക് തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബ്രെഡായാലും ഉപയോഗിക്കുക, റസ്ക് ആയാലും നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പാലുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ഈ ഒരു കേക്ക്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തത്. അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി കിട്ടാൻ ഗ്യാപ്പൊക്കെ ഉണ്ടതല്ല, നമ്മൾ സൈഡിൻ്റെ ആ കോർണറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമ്മളിതാ കുറുക്കി വെച്ച ഈ ഒരു കസ്റ്റർഡ് മിക്സും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു ക്രീമെല്ലാം ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ലെവലാക്കിയ ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നട്ട്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാഷ്നട്ട് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചോക്ലേറ്റ് ബാറാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മൈക്രോവേവ് ചെയ്തതാണ്, പെട്ടെന്ന് ആക്കി കിട്ടും. അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്പൂണോട് ഒന്ന് ഇളക്കിയെടുത്താൽ തന്നെ അത് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മിക്സാക്കുന്ന സമയത്ത് കട്ടയായിട്ട് തോന്നും, പക്ഷെ അത് മിക്സായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിത് ആ പുഡിങ്ങിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിക്കിട്ടും. അപ്പോൾ ഈസി ആണെന്നിട്ട് ഉണ്ടാക്കാൻ. നമ്മുടെ കയ്യിൽ കേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ് ആണെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കോഫിയാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോഫീൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ കൊക്കോ പൗഡർ ഒന്ന് ഇതുപോലെ ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഈ കോഫീൻ്റെ സ്മെല്ല് ടേസ്റ്റ് വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് കൊക്കോ പൗഡർ ഉപയോഗിക്കാം. പിന്നെ ഇതെല്ലാം റെഡി ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഇത്. മധുരം ഇടയ്ക്കൊക്കെ കഴിക്കുകയും വേണം, എന്നാൽ അധികം മധുരവും ഇഷ്ടമല്ല. എന്നാൽ ഈ ഒരു കോഫി ഫ്ലേവർ ഇതുപോലെ മുകളിലൊന്ന് ഡസ്റ്റ് ചെയ്താലുണ്ടല്ലോ, അതിൻ്റെ അധികമുള്ള മധുരം ഒന്ന് കുറഞ്ഞിട്ട് നമുക്കൊരു ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നല്ലോണം മധുരം എനിക്ക് അങ്ങനെ വേണ്ട, അപ്പോൾ ചെറിയൊരു മധുരവും വേണം. അപ്പോൾ പിന്നെ നമ്മൾ കോഫി പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു കയ്പ്പ് രുചിയും മധുരവും ഒക്കെ ആകുമ്പോൾ
അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കഴിഞ്ഞില്ല കേട്ടോ, നമ്മുടെ പുഡിങ്ങിൻ്റെ ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ബാക്കിയുള്ള പണി. അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇതാ ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഇതും കൂടി വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ പുഡിങ്ങിന് വേറൊരു ലെവലാണ്. മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് പാർട്ടിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്തത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല കറുത്ത പഴമായാലും ശരി നമുക്ക് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പാനിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ലെവലാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് കാരമലാക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഒന്നും കൂടെ നല്ലൊരു ബ്രൗൺ ആയിട്ട് കിട്ടട്ടെ. അപ്പോൾ ഒരുപാട് കറുത്ത് പോകണ്ട. ആ ഒരു ഇതിലായെങ്കിൽ നമുക്കിത് കരിഞ്ഞു ഒരു ടേസ്റ്റും അപ്പോൾ കയ്പ്പ് രുചിയും ഉണ്ടാവും. അപ്പോൾ അത്രയും ഇതാവാതെ കളറ് മാറാതെ കുറച്ചും കൂടെ കളറ് മാറിയ ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ കാരമലെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളറായാൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് ഒന്നെല്ലായിടത്തും ചുറ്റിച്ചെടുക്കുക. ഈ ഒരു കാരമൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയത്. പഞ്ചസാര മാത്രമായിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. കാരമൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പാലാണ് ആവശ്യം. അപ്പോൾ 1 കപ്പ് വെള്ളത്തിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടാണ് ഇവിടെ പാലുണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു കട്ടിയിൽ തന്നെ ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ മാത്രമായിട്ട് ഉപയോഗിക്കാം. പാൽ 1 കപ്പ് പാലെടുത്താലും മതിയാവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു കട്ടിയിൽ തന്നെ പാലുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി മിക്സിയിലോട്ട് നമുക്ക് ഈ ഒരു പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ 2 മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴം എത്രമാത്രം പഴുത്തിന് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കുക. അപ്പോൾ ഇതിൽ നോർമലായിട്ട് പഴുത്ത ഒരു പഴമാണ്. അപ്പോൾ ഈ ഒരു പഴമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര കുറക്കാം. അപ്പം നമ്മുടെ പഴം കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 പഴം വെച്ചിട്ടാണ് ചെയ്തത്. ഈ ഒരു അളവിൽ നമുക്ക് 2 പഴം വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. 2-ൽ കൂടുതൽ എടുക്കണ്ട. 2 പഴം വെച്ചിട്ടൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കണം. ഏലക്കപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വനില എസൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഴം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏലക്കപ്പൊടി ആയിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ പഴം നന്നായി അരിഞ്ഞില്ലെങ്കിൽ അതിൽ തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അരിച്ച് ഉപയോഗിക്കുമ്പോൾ അത് നല്ലൊരു സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോയിൽ കൊണ്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫോയിലില്ലെങ്കിൽ നമുക്ക് നല്ലൊരു അടപ്പ് എയർ ഒന്നും ഉള്ളിൽ കിടക്കാത്ത വിധത്തിലുള്ള നല്ല ടൈറ്റായിട്ടുള്ള ഒരു അടപ്പ് കൊണ്ട് മൂടിയാലും മതിയാവും. അപ്പോൾ ഇത് നന്നായി കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പാനിൽ തന്നെ വേവിച്ചെടുക്കാനും പറ്റും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ അടിയിൽ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും വേവിക്കാൻ പറ്റും. ഈ ഒരു രീതിയിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിന് ശേഷം എടുത്തതാണിത്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി. ഇത് ചെറിയൊരു ചൂടുണ്ട്. ആ ഒരു സമയത്താണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ടും കമഴ്ത്തി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണിത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പഴം വെച്ച് ചെയ്തതാന്നുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നതന്നെ ഇല്ല. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. കറുത്തു പോയ പഴം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, ഉറപ്പാണിത്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഴം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.